സംസ്ഥാനത്തെ സർക്കാർ ആരോഗ്യ സംവിധാനങ്ങളുടെ പ്രവർത്തനക്ഷമതയെക്കുറിച്ച് വീണ്ടും ചോദ്യങ്ങൾ ഉയരുന്ന സാഹചര്യത്തിൽ മലപ്പുറം മഞ്ചേരിയിലെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ചികിത്സ നേടിയ ഒരാളുടെ അനുഭവമാണ് ചർച്ചയാകുന്നത്. മലപ്പുറം ചാത്തങ്ങോട്ടുപുറം താലപ്പൊലിപ്പറമ്പ് മന്നംപറമ്പിൽ സുരേന്ദ്രനാണ് മാസങ്ങൾ നീണ്ട ചികിത്സയ്ക്ക് ശേഷവും ഒടിഞ്ഞ കൈ വളഞ്ഞ നിലയിൽ തുടരുന്നതായി പരാതിപ്പെടുന്നത്. കൈ നിവർത്തണമെങ്കിൽ വീണ്ടും ശസ്ത്രക്രിയ നടത്തേണ്ടി വരുമെന്നാണ് ഡോക്ടർമാർ അറിയിച്ചതെന്നും കുടുംബം പറയുന്നു. മഞ്ചേരി മെഡിക്കൽ കോളേജിലെ അസ്ഥിരോഗ വിഭാഗത്തിൽ മാസങ്ങളോളം ചികിത്സ ലഭിച്ചിട്ടും പ്രതീക്ഷിച്ച ഫലം ലഭിച്ചില്ലെന്നാണ് ആരോപണം. ചികിത്സ സമയത്ത് തന്നെ ആശുപത്രിയിലെ അലംഭാവം ബോധ്യമായിരുന്നുവെന്ന് കുടുംബാംഗങ്ങൾ വ്യക്തമാക്കുന്നു. ആവശ്യമായ ശ്രദ്ധയും പരിചരണവും ലഭിച്ചില്ലെന്നതാണ് ഇവരുടെ വാദം. സ്വന്തമായി ഹോട്ടൽ നടത്തുന്ന സുരേന്ദ്രൻ ഉണ്ടാക്കുന്ന പൊറോട്ടയ്ക്ക് നാട്ടിൽ വലിയ പേരുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ പൊറോട്ട ഉണ്ടാക്കാനോ ചായ എടുക്കാനോ പോലും അദ്ദേഹത്തിന് സഹായം വേണമെന്ന സ്ഥിതിയാണെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. ചികിത്സ മൂലം സ്വന്തം തൊഴിൽ തുടരാൻ കഴിയാത്ത അവസ്ഥയിലാണ് സുരേന്ദ്രൻ നിലവിലുള്ളത്. സംഭവം ആരോഗ്യവകുപ്പിന്റെ സേവന നിലവാരത്തെക്കുറിച്ചുള്ള ചർച്ചയ്ക്ക് വഴിവെച്ചിരിക്കുകയാണ്. സാധാരണക്കാരുടെ ആശ്രയ കേന്ദ്രമായ സർക്കാർ ആശുപത്രികളിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനായി കാര്യക്ഷമമായ മേൽനോട്ടവും ഉത്തരവാദിത്തപരമായ ഇടപെടലുകളും അനിവാര്യമാണെന്ന് പൊതുജനങ്ങൾ അഭിപ്രായപ്പെടുന്നുണ്ട്. സ്കൂട്ടിൽ കടലിലേക്ക് വരുമ്പോൾ വണ്ടി മഴ പെയ്തിട്ട് വണ്ടി ചളിയിലൊന്ന് സ്ലിപ്പായി. അതിൽ ഞാൻ വീഴാൻ പോയപ്പോൾ കൈയൊന്ന് കുത്തിയതാണ്. കൈ കുത്തിയപ്പോൾ പിന്നെ കൈ എടുക്കാൻ നോക്കിയപ്പോൾ കൈ ഇങ്ങോട്ട് കിട്ടുന്നില്ല. അപ്പോൾ എന്താ കൈ ഇവിടുന്ന് ഇങ്ങോട്ട് കൈ കെളുപ്പെന്ന് വേർപ്പോയി. കെളുപ്പെന്ന് വേർട്ടും ചെയ്ത് ഇവിടെ ഒരു പൊട്ടുണ്ടായിരുന്നു. അപ്പോൾ അതോടുകൂടി പിന്നെ എനിക്ക് എണീക്കാനൊന്നും കഴിയാതായപ്പോൾ പിന്നെ വീട്ടിൽ വിളിച്ചു. വീട്ടിൽ നിന്ന് എല്ലാവരും വന്നു, അടുത്തുള്ളവരൊക്കെ വന്ന് നേരെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. മഞ്ചേരി മെഡിക്കൽ കോളേജ് കൊണ്ടുപോയപ്പോൾ ഒരു 7-8 മണിയായപ്പോൾ ഡോക്ടർ വന്നു. ഡോക്ടർ വന്നിട്ട് അവർ നോക്കിയിട്ട് പറഞ്ഞ് കൈ പൊട്ടുണ്ട്, കെളുപ്പെന്ന് വേറിടുകയും ചെയ്തിട്ട് പൊട്ടുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ബാൻഡേജ് ചെയ്യാമെന്ന് പറഞ്ഞ് അവർ കൊണ്ടുപോയി അടിയിൽ പൊട്ടിയിട്ടാണ്ട് ചുറ്റി കെട്ടിയിട്ട് പറഞ്ഞയച്ചു. വേദനയ്ക്കുള്ള ഗുളികയും തന്ന് മരുന്നൊക്കെ തന്നാണ് പറഞ്ഞയച്ചു. എന്നിട്ട് അടുത്ത ആഴ്ച വരാൻ പറഞ്ഞു. അടുത്ത ആഴ്ച വന്നപ്പോഴും അതേപോലെ തന്നെ കെട്ടഴിച്ചിട്ട് മാവ് എന്തോ ഇട്ടിട്ട് കെട്ടിയിട്ട് അതുപോലെ 3 ആഴ്ച അതേപോലെ ചെയ്തു. അപ്പോഴൊക്കെ ഇത് എക്സ്റേ എടുക്കുന്നുണ്ട്. ഇത് കെട്ടിയിട്ടും എക്സ്റേ എടുക്കുന്നുണ്ട്, കെട്ടഴിക്കുമ്പോഴും അഴിച്ചിട്ടും എക്സ്റേ എടുക്കുന്നുണ്ട്, ഒക്കെ എല്ലാ ആഴ്ചയിലും ചെയ്യുന്നുണ്ട്. പിന്നെ അത് 3 ആഴ്ച കഴിഞ്ഞതിന് ശേഷം അവരെന്നോട് പറഞ്ഞ് ഇത് ശരിയായിട്ടില്ല പറഞ്ഞു. ഈ ചെയ്യുന്നവരെന്നെ പറഞ്ഞ് ഇത് ശരിയായിട്ടില്ല. അതിൻ്റെ മുന്നൊക്കെ ഓക്കെ എന്ന് പറഞ്ഞയക്കും. 3 ആഴ്ച കഴിഞ്ഞ് വന്നപ്പോൾ പറഞ്ഞ് ശരിയായിട്ടില്ല. അതുകൊണ്ട് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് വേർപ്പെടുത്തണം എന്ന് പറഞ്ഞു. ഈ ചാനൽ മഞ്ചേരി. എനിക്ക് നല്ല ടെൻഷനുണ്ട്. അയ്യോ ഒരു മിനിറ്റ്. അച്ഛ PG എൻട്രൻസ് അല്ലേ, മനസ്സറിഞ്ഞ് ഒന്ന് പ്രാർത്ഥിച്ചേക്കണേ. പഠിച്ചത് മാത്രമേ വരുള്ളൂ മോളെ. അഡ്മിഷന്റെ ഫീസിന്റെ കാര്യത്തില് അച്ഛനൊരു വഴി കണ്ടിട്ടുണ്ട്. വരിക. KSFE, ഈ നാടിന്റെ ധൈര്യം.